അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായിപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ.
നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുക. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഫെബ്രുവരി 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത് ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം എന്നല്ല. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ഈ ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ന്യായസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ ഉപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ പുരുഷൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രഭവിക്കാതെ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മുടെ വിശ്വാസത്തിൽ വളരണം. വളരണം എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാഹചര്യക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമവാസനകളെ ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴാണ് യുവദാസനെ വിളിക്കണത് എന്താണ്? ദുഷ്ട എന്നല്ലേ വിളിക്കണത്. സ്നേഹിത ലോകത്തെ ജയിച്ച കണ്ടില്ലേ? നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കുമ്പോൾ ലോകത്തെ ജയിക്കണേ കാണാം. എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് വൈരാഗ്യവും വിദ്വേഷത്തെയാണ് ഈശോ ജയിക്കണത് ക്ഷമ കൊണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ സാധർമ്മ്യത്തിലാണത് പറയണത്. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. ക്രിസ്തുവിന് ഞെരുക്കങ്ങളുണ്ടായി. ആ ഞെരുക്കങ്ങളുടെ ഇടയിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് യുവദാസിനെ ശപിക്കണതിന് പകരം ഈശോ അനുഗ്രഹിച്ചത്. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യുവദാസിന് മേൽ വിജയം കൈവരിക്കുന്നത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ് ഈശോയുടെ ജീവിതം. എൻ്റെ പേര് ലിസി. ആറ്റിങ്ങലിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം, എനിക്ക് ഹാർട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു ശകലവും എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, മെഡിക്കൽ കോളേജിലെ ഇതിൻ്റെ ചികിത്സയുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് പോയി കാണിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ 6 ബ്ലോക്ക് കാണിക്കുന്നു, ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുണ്ടും മേടിച്ച് ചിത്രയിൽ കാണിച്ചു. ചിത്രയിൽ ഡോക്ടർമാർ നോക്കിയപ്പോൾ പറഞ്ഞു ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ
അവിടെ തന്നെ ചികിത്സ തുടർന്ന് ഡേറ്റും ഒക്കെ ഇട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് BP കുറഞ്ഞ് എനിക്ക് ഓക്സിജൻ്റെ അളവും അങ്ങ് തീരെ താന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക പാസ് അനുവദിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രോഗിയെ ഒരാൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞ് അവൾ നടന്നല്ലേ പോയത്, അതുപോലെ എനിക്ക് അവളെ തിരിച്ച് നടന്നു വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ചേട്ടനാണ് വന്ന് എന്നെ കാണുന്നത്. അതിനുശേഷം ഇദ്ദേഹം സഹോദരിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് സീരിയസ് ആണ്, നീ നിൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറയണം, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ആ ചേച്ചി അവർ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിളിച്ച് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഓക്സിജൻ്റെ അളവും BP-യുടെ അളവും ലെവലിലെത്തി. ഞാൻ ഓക്കെ ആയി. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി 5 ദിവസം കഴിഞ്ഞാണ് എന്നെ വെളിയിൽ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത്, നിനക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നും യേശുദേവൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്നും. അപ്പോഴാണ് നാത്തൂൻ പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പതുക്കെ ഗുഡ്നസ് TV-യും ഷാലോം TV-യും കാണാൻ തുടങ്ങി. ഭർത്താവിന് അതിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ മാത്രമാണ് ഇത് കാണുന്നത്. തിരിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി മുകളിൽ വരുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് ഞാൻ TV നിർത്തുമായിരുന്നു. പതിയെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒരു വീട്ടിൽ 2 പേരും 2 വിശ്വാസമായാൽ അതെങ്ങനെ മുന്നോട്ട് പോകും കർത്താവേ? അങ്ങ് എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അങ്ങയെ വിശ്വസിക്കുന്നതെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂടി ഇതിലേക്ക് വിശ്വാസം വരുത്തി നമ്മൾ അനുഗ്രഹിക്കണം എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹവും പതുക്കെ ഈശോയിലേക്ക് അടുത്തു. ഇനി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടയാതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകളാണുള്ളത്. അവളുടെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള വിവാഹമല്ലായിരുന്നു ആ കുട്ടിയുടേത്. ഇഷ്ടപ്പെട്ട ഒരു പയ്യനോടൊപ്പം ആ മോള് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ മോള് ചടങ്ങിനായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭർത്താവ് പറഞ്ഞ്, നീ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോകുമ്പോഴത്തേക്കും വഴിയിൽ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ കഴുത്തിൽ ഈ മുഴയുണ്ടല്ലോ ലിസി, അത് ഞാനൊരു സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ പോവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പത്രം എനിക്ക് തന്ന്. ഞാൻ ആ പത്രം അപ്പം ഞാൻ ആ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി ഞങ്ങളിപ്പോൾ പോകുന്നത് മാതാവിൻ്റെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൊണ്ട് ആ പത്രം എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ ചെന്നപ്പോഴേക്കും പള്ളി അടച്ചു കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ നിന്ന് അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പള്ളി തുറന്ന് ആ അൾത്താരയിൽ ഞാനും എൻ്റെ മോളും ഈശോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അമ്മയും മകളും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞു. വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആ പത്രം എടുത്ത് വായിക്കുന്നത്. ആ പത്രം വായിച്ചതിന് ശേഷം അന്ന് തൊട്ട് എനിക്ക് കൃപാസനത്തിൽ വരണം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉടമ്പടി എന്നോ യാതൊരു കാര്യവും എനിക്കറിയില്ല. ഞങ്ങളിൽ അന്ന് സമയത്തൊന്നും നെറ്റ് ഫോണോ ഒന്നുമില്ലായിരുന്നു. ഒരു കാര്യവും എനിക്ക് എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്ക് പോവാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ ഞാൻ ഇങ്ങനെ പേടകത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആരോ എന്നെ തൊട്ടതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ലായിരുന്നു, എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോണ വഴി ആ ബസ്സിലിരുന്ന് ഞാൻ ഒരുപാട് ഛർദിലെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങേയറ്റം വരാം ആറ്റിങ്ങൽ എത്തുന്നത് വരെയും ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങ് ചെന്നപ്പോൾ നാത്തും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ പോയിട്ട് വന്നാന്ന് ചോദിച്ചു. വന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്ന് എന്ത് തന്നെയായാലും പ്രാർത്ഥിക്കാൻ വയ്യ, നാളെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് 3 മണി ആയപ്പോൾ തന്നെ ആരോ എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, ലിസി എന്ന്.
ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ചോദിച്ച് ചേട്ടൻ എന്നെ വിളിച്ചാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എന്തോ ഇത് മാതാവ് ചിലപ്പോൾ വിളിച്ചുണർത്തിയതായിരിക്കും, പ്രാർത്ഥിക്കാൻ പറയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയി ഉറങ്ങാതെ കിടന്ന് 4 മണി കഴിഞ്ഞ് ഞാൻ എണീച്ച് പോയി പ്രാർത്ഥിച്ച് ഒരു 4 ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പത്രം കൊടുക്കാനും ഈ രോഗികളെ കാണാനും ഒക്കെ ഞാൻ പോയി. എൻ്റെ ഒരു കൂട്ടുകാരി സുഖമില്ലാതെ കിടപ്പുണ്ടായിരുന്നു, അവളടുത്ത് പോയി കാശിരൂപവും ഉപ്പുമായിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് അവൾക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പം അതിന് നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം സന്ധ്യാനേരത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപം ഒരു പ്രകാശം പോലെ അങ്ങ് എൻ്റെ കണ്ണിൽ വന്നങ്ങ് അടിച്ച്. ആ മാതാവിൻ്റെ രൂപം എനിക്ക് അവിടെ 2 പ്രാവശ്യം എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. അതിനുശേഷം എന്നെക്കൊണ്ട് ഒക്കുന്ന തരത്തിലൊക്കെ ഉള്ള സഹായങ്ങൾ, കാരുണ്യ പ്രവർത്തികളും എല്ലാം രോഗികൾ ആശുപത്രിയിൽ പോയി കാണുക എന്നുള്ളതും രോഗികളെ കണ്ട് അവരൊക്കെ എന്നെക്കൊണ്ട് ഹാർട്ടിന് വയ്യാത്ത ഞാനാണ്, എന്നെക്കൊണ്ട് ഒരുപാട് ഭക്ഷണപ്പൊതിയൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, എന്നാലും എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ എല്ലാ പേർക്കും ഞാൻ ചെയ്ത് അടുത്തൊരു കരുണാലയമുണ്ട്, അവിടെ പോയി 4 മണിക്കുള്ള ഭക്ഷണം അവരൊക്കെ ചായയ്ക്ക് കടിയായിട്ടും പാലും ബ്രെഡും അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും വാങ്ങിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇനിയിപ്പം ഞങ്ങൾ നാളെയും പോകാനിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ 3 മണിക്ക് കണ്ണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ബെഡ്റൂമിലെ ചുവരിനുള്ളിൽ മാതാവിൻ്റെയും ഈശോയുടെയും രൂപം. ഞാൻ അന്തം വിട്ടുപോയെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനത് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ ഇത് മനസ്സിൽ വെച്ചേര്, ആരോടും പറയേണ്ടാന്ന്. പിന്നെ തൊട്ട് ഞാൻ ഓരോ ദിവസവും കാണുന്നത് മാതാവിൻ്റെയും ഈശോയുടെയും യുദ്ധങ്ങൾ സഹിതം, പണ്ട് നടന്ന ആ യുദ്ധങ്ങൾ സഹിതം കാണുന്നുണ്ട്. എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാൻ, ജപമാല ചൊല്ലാനോ ജപമാല എന്തെന്നോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ വന്ന് ടി വി വെച്ച് നോക്കിയപ്പോൾ ഗുഡ്നസ് ടി വിയിൽ ജപമാല 7 മണിക്ക് അതിൽ കാണുന്നതാണ് വിശുദ്ധരുടെ രൂപങ്ങളും ഒരു പച്ച ഉടുപ്പിട്ട വിശുദ്ധ രൂപവും. എനിക്കത് എന്തൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാര്യം എനിക്കത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇന്നും ഞാൻ വെളുപ്പിന് മാതാവിനെയും എലിസബത്ത് എനിക്ക് അറിഞ്ഞുകൂടാത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് 3 പേര് നിന്ന് ഈശോ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടും. പിന്നെ ഞാൻ ഗുഡ്നസ് ടി വിയിൽ ഈ മാതാവിൻ്റെ ഈ വളയം വെച്ചിരിക്കുന്ന രൂപങ്ങൾ എനിക്കത് എന്താണെന്ന് എനിക്കത് അറിഞ്ഞുകൂടാ. ഒരുപാട് രൂപങ്ങൾ മാതാവും ഈശോനെ മടിയിൽ കിടത്തിയ രൂപങ്ങളും ഉണ്ണിയേശുവും നിത്യവും ഞാൻ ഓരോ ദിവസവും ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ദിവസവും കാണുന്നതാണിത്. ഇന്ന് വന്നപ്പോഴും ഞാൻ കണ്ടതാണ് ഒട്ടകങ്ങൾ, ആട്, മാതാവ് എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിലുള്ളത്. എനിക്കത് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല. സത്യമായ കാര്യമാണ്. പക്ഷെ ഒരു പക്ഷേങ്കിൽ ഈശോയ്ക്കും എനിക്കും മാത്രം അറിയാം. ഞാൻ എന്ത് തന്നെയായിരുന്നാലും ഇവിടെ നിന്ന് കള്ളം പറയുന്നതല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് ചവിട്ടാതെ എൻ്റെ വീട്ടിൻ്റെ 4 മൂലയിൽ ഞാൻ കൊണ്ടിട്ട് ഞാൻ ആ കാണുന്നത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ കാണുന്നത് ചുവരിനുള്ളിൽ ഒരു ചതുരം പോലെ, അതായത് ഇതേ കണക്ക് ഒരു കറുത്ത അടയാളമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തൊരു ബൈബിൾ മേടിച്ച്, എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ പോയപ്പോൾ അവളെ കൊണ്ട് ഞാനൊരു ബൈബിൾ മേടിച്ച് ആ ബൈബിളാണ് ഞങ്ങളിപ്പോൾ ആ മൂലയ്ക്ക് വയ്ക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെ ആയിരുന്നാലും ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോളെ 1 മാസം ആയില്ല, അതിനു മുൻപ് മോളെ കഴുത്തിലെ ആ മുഴ ഒരിക്കൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതാണ്. വീണ്ടും അവൾക്ക് അതുപോലെ അതേ സ്ഥാനത്ത് ആ മുഴ കണ്ടിട്ടാണ് ആ ചേച്ചി ഇവിടെ വരാൻ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ ആ മുഴയും അപ്രത്യക്ഷമായി.
മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കാരണം എനിക്കിതിനുള്ള യോഗ്യത ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഈ മാതാവിനെയും ഈശോയും ഈ രൂപങ്ങളെ കാണാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എൻ്റെ വെറും 0 എൻ്റെ യോഗ്യത. എല്ലാ പെണ്ണുങ്ങളെപ്പോലെ അസൂയയും കുശുമ്പും എല്ലാമുള്ള ഒരു മനസ്സ് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്കതില്ല. കാരണം എനിക്കിപ്പോൾ എല്ലാവരോടും ആ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തിന് ഞങ്ങൾ അസൂയയും കുശുമ്പും എന്തിന് വയ്ക്കുന്നത്? എനിക്കിപ്പോൾ ആ അസൂയയും കുശുമ്പും ഒന്നുമില്ല. മറ്റുള്ളവർക്ക് പരസഹായങ്ങൾ ചെയ്യുമ്പോൾ അവരെ കണ്ണിൽ നിന്നും അവരെ വാക്കിൽ നിന്നും കേൾക്കണ്ട, അവരെ കണ്ണിൽ നിന്നും ആ ചോറ് പൊതിയൊക്കെ ഞാൻ നീട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി അവരാ കണ്ണിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നു. അവരെനിക്ക് ചെയ്യുന്ന നന്ദി പറയുന്നത്. ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സുഖമില്ലാതായി. അവളെയും കൊണ്ട് ഉടനെ തന്നെ ഞാൻ ആശുപത്രിയിൽ പോയി. തിരിച്ചു വന്നപ്പോൾ അവളെ ഭർത്താവ് എന്നോട് നന്ദി പറഞ്ഞ്, ഞാൻ പറഞ്ഞു, എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, ഈശോയോട് നിങ്ങൾ നന്ദി പറയുക. എനിക്കല്ല നന്ദിയുടെ ആവശ്യം, ഞാൻ എൻ്റെ കടമ മാത്രമേ ഞാൻ ചെയ്തോളൂ. അതുപോലെ ഈശോ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. ആ ചേച്ചി ഒരു നിമിത്തം മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈശോയെ വിശ്വസിച്ച് നിങ്ങൾ യാത്ര തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രം നിങ്ങൾക്ക് കിട്ടും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാതാവും ഈശോയും എന്നോട് ക്ഷമിക്കും. നമ്മൾ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് അമ്മ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഈ അമ്മ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവസാനം പറഞ്ഞു, ഞാനെൻ്റെ ഇത് കടമ നിറവേറ്റിയതേ ഉള്ളൂ, ഇതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ബൈബിളിലെ ചില വചനഭാഗമായിട്ടൊക്കെ ബന്ധമുണ്ട്. ലൂക്കയുടെ 17:10 കർത്താവ് ദാസന്മാരോട് പറയുന്നതാണ്, നമ്മൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് ഞാനൊന്നുമല്ല എന്ന് പറയണമെന്ന്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണെന്ന് പറയണം എന്നുള്ളൊരു ബൈബിൾ ഭാഗത്തിൻ്റെ ഒരു രുചിയുള്ള വാക്കാണ് അവസാനം പറഞ്ഞത്. ഒപ്പം ആദ്യം അമ്മ വന്ന് എനിക്ക് ചോദിച്ചത്, ഈ മാതാവിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് ആദ്യം എനിക്ക് ഒന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ അൾത്താരയും ഇവിടെ ഉടമ്പടിയും വന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഇങ്ങനെ ഒരുപാട് പേര് മാതാവിൻ്റെ സ്വപ്നവും നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നുള്ളതാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഏലീശ പുണ്യവതിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചുമൊക്കെ, അല്ലെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാവുന്നൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല ഇതെല്ലാം കാണുന്നത്. അതാണ് നമ്മളെപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ ദൈവം ഒരാളെ ഒരു നന്മയിലേക്ക് ഒരാൾ കടന്നു വരുമ്പം അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. അതൊരു പക്ഷേ അവർക്കറിയാം, അറിയാതിരിക്കാം, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവിടത്തുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ അമ്മ പറയണുണ്ടല്ലോ, ആവർത്തിച്ച് ഒരു കാര്യം തന്നെ പറഞ്ഞു, എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല, അത് സത്യമാണ്. ഒരാളുടെ അനുഭവം വേറൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല, ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദർശനങ്ങൾ. അപ്പം നമ്മൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ആമോസിൻ്റെ പുത്രനായ യേശയ്ക്ക് ദർശനം ഉണ്ടാകുന്നു, യേശയെ അങ്ങനെ കാണുന്നു, അബ്രഹാത്തിൻ്റെ കർത്താവ്. അപ്പോൾ ഇത് ഒരു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളാണ് വീണ്ടും ഇവിടെ ഉടമ്പടിയിലൂടെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, മാതാവിനെ കണ്ടുവെന്നും അല്ലെങ്കിൽ ഏലീശ പുണ്യവതിയെ കണ്ടുവെന്നും, മാതാവിൻ്റെ പല പല രൂപങ്ങൾ. പക്ഷെ ഇതൊന്നും പരിചയമില്ലാത്ത ഒരാളാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കരുതുന്നുണ്ടെന്നുള്ളതിന് ഒരു വലിയൊരു തെളിവാണ്. പിന്നെ ബൈബിൾ എവിടുന്നോ ആരോ നൽകിയ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുകയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ കൂടെ എപ്പോഴും ജീവിത പങ്കാളി ഉണ്ടാവും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി. കാരണം ഒരു ജീവിത പങ്കാളിയാണ് ഏറ്റവും അടുത്ത് ഇവരുടെ വിശ്വാസ ജീവിതം കാണുന്നത്. അത് ഇയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നത്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ നിമിത്തവും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് നിമിത്തവും വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ള ബൈബിളിൻ്റെ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഈ നിയോഗങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് കുടുംബം ഇങ്ങനെ ഒരുമിച്ച് സാക്ഷ്യങ്ങൾ എപ്പോഴും ജീവിത പങ്കാളിയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം നമ്മൾ നേരിട്ട് കാണുമല്ലോ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുകയും നേരിട്ട് കാണുകയും ചെയ്യുക. പിന്നീടും പറയുന്നുണ്ട്, കറക്റ്റ് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പാലിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു, കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നൊക്കെ അനുഭവിച്ച് പറയാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് കൊതിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു അനുഭവമാണ്. അപ്പം അതിന് ശേഷം വന്ന മാറ്റങ്ങളും പറയുന്നുണ്ട്. അപ്പം ഈ അസൂയൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഫേസസിന് 4:29 പറയുന്ന പോലെ നമ്മൾ കുറച്ചും കൂടെ വിശുദ്ധീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപക്ഷെ കുമ്പസാരം എന്ന കൂദാശയൊന്നും ഇല്ലാതെയും അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ ഇങ്ങനെ ദൈവം തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സാക്ഷ്യത കേൾക്കുന്നുണ്ട്. അപ്പോൾ ദൈവം സത്യസന്ധനായതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് എത്തുന്ന ഓരോ വ്യക്തിയെയും
ദൈവം പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും. ഒരു പക്ഷേ ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സാഹചര്യം മാത്രം. കറക്റ്റായിട്ട് എടുക്കുന്ന സ്റ്റെപ്പാണെങ്കിൽ അത് ഏത് മതത്തിലുള്ളവരെടുത്ത് മുന്നോട്ട് വെച്ചാലും ഈശോയും മാതാവും അത് പറഞ്ഞു കൊടുക്കും, യെസ് ഇത് കറക്റ്റാണ്. അപ്പോൾ ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ലഭിച്ചു. അതിന് വ്യക്തമായിട്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ സെക്കൻഡറിയാണ്. ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഒരു ബോധ്യമുണ്ട്. അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ആ പത്രം എന്നാണ് അവസാനം പറഞ്ഞത്. അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ഈ പത്രം കൊടുത്ത ആളെ കൂട്ടുന്ന അല്ല. ഇപ്പോൾ ഈ പത്രം കൊടുത്തിട്ടാണ് ദർശനം കണ്ടത്, പത്രം കൊടുത്തിട്ടാണ് അനുഭവം കിട്ടിയതല്ല. ഇത് നിങ്ങൾ വിശ്വാസം ലഭിക്കുന്നോ ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ഇൻവിറ്റേഷൻ മാത്രമാണ്. നിങ്ങൾ ഈ സാക്ഷ്യം, ഈ ആൾക്കാരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വലിയ സാക്ഷ്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇങ്ങനെ ആരോ കൊടുത്തൊരു പത്രത്തിൽ നിന്നാണ്. പക്ഷേ അത് ഒരാൾക്കോ രണ്ടുപേർക്കോ ആയിരിക്കും. അതുകൊണ്ട് അത്ഭുതം, അനുഗ്രഹം ഉണ്ടാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മൾ ബൈബിളിൻ്റെ ചരിത്രം വായിക്കുമ്പോഴും അച്ചടി ഉണ്ടായതിന് എന്തിനാണ് അച്ചടിച്ച് തുടങ്ങിയെന്നുള്ള ചരിത്രം വായിച്ചാൽ ബൈബിൾ കുറേ പേർക്ക് കിട്ടണമെന്ന് കരുതിയാണ് കേരളത്തിൽ അച്ചടി വന്നത്. അപ്പോൾ ഈ ഒരു ബൈബിൾ സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹവും ആത്മാവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ജ്വലിക്കും. അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് ഇങ്ങനെയുള്ള എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. കർത്താവ് ഇത് ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ആളുകൾ ഇവിടെ ഇത്രയും പേര് വരുന്നതും ഇത്രയും സാഹചര്യങ്ങളൊന്നുമില്ലാത്ത ഒരിടത്ത് ഇത്രയേറെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടെന്ന് ബോധ്യപ്പെടണം. വേറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നന്മ ചെയ്യുവാനും ഒരുപാട് ദൈവിക സ്പർശം അനുഭവിക്കാനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം.